മാം, ഈ ഓസ്റ്റിയോപോറോസിസ് എന്ന് പറയുന്നത് എന്താണ്? ഓസ്റ്റിയോപൊറോസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസ്ഥികൾക്കുണ്ടാവുന്ന ബലക്ഷയമാണ്. നമുക്ക് ചെറുതിലെ അല്ലെങ്കിൽ കുഞ്ഞിലെ നമുക്ക് അച്ചീവ് ചെയ്യുന്ന ഒരു ബോൺ ഹെൽത്താണ് നമ്മുടെ ലൈഫ് ലോങ്ങിലായിട്ട് നമുക്കത് എപ്പോഴും ഉണ്ടായിരിക്കാം. ഈ കുട്ടികളിൽ ബോൺ ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? ഇപ്പോൾ കുഞ്ഞുങ്ങൾ എല്ലാ കുട്ടികളെയും നമുക്ക് ഫിസിക്കൽ ആക്ടിവിറ്റീസിലോട്ട് അവരെ ഇൻവോൾവ് ചെയ്യിക്കണം. നമസ്കാരം. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് ആറ്റുകാൽ ദേവി ഹോസ്പിറ്റലിലെ ഫിസിയോതെറാപ്പിസ്റ്റ് ആര്യ മാം ആണ്. വെൽക്കം മാം. ഇന്ന് നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് ബോൺ ഹെൽത്ത് ഇൻ വിമൺ ആൻഡ് ചിൽഡ്രൻ. മാം, ഈ സ്ത്രീകളിൽ പ്രധാനമായും കണ്ടുവരുന്ന അസ്ഥി സംബന്ധമായ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? സ്ത്രീകളിൽ പ്രധാനമായിട്ടും കണ്ടുവരുന്ന അസ്ഥി പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് ഓസ്റ്റിയോപൊറോസിസ്, ആർത്രൈറ്റിസ്, അസ്ഥികളുടെ ബലക്ഷയം എന്നിങ്ങനെയുള്ള കോമൺ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇങ്ങനെ കണ്ടുവരുന്നത്. മാം, ഈ ഓസ്റ്റിയോപോറോസിസ് എന്ന് പറയുന്നത് എന്താണ്? ഓസ്റ്റിയോപൊറോസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസ്ഥികൾക്കുണ്ടാവുന്ന ബലക്ഷയമാണ്. അസ്ഥികളുടെ ഡെൻസിറ്റി, മിനറൽ ഡെൻസിറ്റി കുറയുകയും അതുവഴി ബോൺ പെട്ടെന്ന് തന്നെ ബ്രേക്ക് ആവുകയും ചെയ്യുന്നു. ചെറിയൊരു സ്ട്രെസ് വരികയോ അല്ലെങ്കിൽ ഒരു വീഴ്ച വരികയോ ചെയ്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ എല്ലുകൾ പൊട്ടുന്നതിനുള്ള സാധ്യത കൂടുതലാണ്. മാം, ഓസ്റ്റിയോപോറോസിസിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണ്? ഓസ്റ്റിയോപൊറോസിസ് മെയിനായിട്ട് സംഭവിക്കുന്നത് അസ്ഥികളുടെ ബലക്ഷയം കൊണ്ടാണ് വരുന്നത്. അസ്ഥികൾക്ക് എങ്ങനെയാണ് ബലക്ഷയം വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബോണിൻ്റെ ഡെൻസിറ്റി കുറയുക, അതുപോലെ ബോൺ മാസ് കുറയുക എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ടാണ് വരുന്നത്. ഇപ്പോൾ ഡെൻസിറ്റി കുറയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോണിൻ്റെ മിനറൽ ഡെൻസിറ്റി കുറയുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതായത് കാൽഷ്യം, ഫോസ്ഫറസ് എന്നിങ്ങനെയുള്ള മിനറൽസ്, വൈറ്റമിൻ ഡി എന്നിവയുടെ കുറവ് കൊണ്ടാണ് ബോണിൻ്റെ ഡെൻസിറ്റി കുറയുക. അപ്പോൾ ഇങ്ങനെയുള്ള കണ്ടീഷൻസ് വരുമ്പോൾ ബോണിൻ്റെ ശക്തി കുറയുകയും അതിൻ്റെ സ്ട്രക്ചറിന് ചേഞ്ച് വരികയും സ്ട്രെസ് താങ്ങാൻ കഴിയാത്ത വിധം ബോൺ പൊട്ടിപ്പോവുകയും ചെയ്യുന്നു. ഇത് ഈ ഓസ്റ്റിയോപോറോസിസ് എന്ന് പറയുമ്പോൾ കൂടുതലും സ്ത്രീകളിലാണെന്നോ നമ്മൾ കണ്ടുവരുന്നത്. അപ്പോൾ അത് എന്തുകൊണ്ടാണ് സ്ത്രീകളിൽ കൂടുതൽ ഈ ഓസ്റ്റിയോപോറോസിസ് വരാൻ കാരണം? സ്ത്രീകളിലാണ് ഓസ്റ്റിയോപൊറോസിസ് കൂടുതലായിട്ടും പുരുഷന്മാരെ അപേക്ഷിച്ച് കണ്ടുവരുന്നത്. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ത്രീകൾക്ക് ഒരു 30 വയസ്സിനു ശേഷം അല്ലെങ്കിൽ അവരുടെ ആർത്തവ വിരാമത്തിനു ശേഷം അവരുടെ ഹോർമോൺ സപ്പോർട്ട് വളരെയധികം കുറയുകയും അതുവഴി കാൽഷ്യം ഡിപ്പോസിഷൻ ബോണിലേക്ക് നടക്കാതിരിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ മെയിനായിട്ടുള്ള ഹോർമോൺ എന്ന് പറയുന്നത് ഈസ്ട്രജൻ ഹോർമോൺ ആണ്. ഈസ്ട്രജൻ സപ്പോർട്ട് വേണം നമുക്ക് വൈറ്റമിൻ ഡി അബ്സോർപ്ഷനും കാൽഷ്യം അബ്സോർപ്ഷനും നടക്കുന്നതിനും വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഹോർമോൺ സപ്പോർട്ട് കുറഞ്ഞു കഴിയുമ്പോൾ ആ സ്ത്രീകളുടെ ബോണിലേക്കുള്ള കാൽഷ്യം റീ അബ്സോർപ്ഷൻ കുറയുകയും ചെയ്യുന്നു. അതോടൊപ്പം ബോണിൻ്റെ സ്ട്രെങ്ത് കുറയുകയും അതിൻ്റെ സ്ട്രക്ചറിൽ ചേഞ്ചസ് ഉണ്ടാവുകയും പെട്ടെന്ന് തന്നെ പൊട്ടിപ്പോവാനുള്ള ചാൻസ് കൂടുതലാവുകയും ചെയ്യുന്നുണ്ട്. മാം, ഈ ബോൺ ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ നിർദ്ദേശങ്ങളാണ് കൊടുക്കാനുള്ളത്? ഓക്കെ, നമുക്ക് ബോൺ ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യുന്നത് ചെറുതിലെ മുതൽ, അതായത് കുഞ്ഞിലെ മുതലേ നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ട ഒരു പ്രോസസ്സാണ്. പിന്നെ ഇനി നമ്മളൊരു അഡൾട്ട് സ്റ്റേജിലോട്ട് എത്തി അതിനുശേഷം ഇപ്പോൾ എന്തൊക്കെ ചെയ്യണം എന്ന് കേട്ട് കഴിഞ്ഞാൽ നമുക്ക് ഒന്നാമത്തെ കാര്യം ഡയറ്റ്, നമ്മുടെ കഴിക്കുന്ന ഫുഡിൽ കാൽഷ്യം അതുപോലെ വൈറ്റമിൻ എന്നിവ കൂടുതലായിട്ട് ഉൾപ്പെടുത്തുക. ഇപ്പോൾ ഒരു ശരാശരി ഒരു അഡൾട്ട് ഒരു പേഴ്സണ് ഒരു 1000 മില്ലിഗ്രാം എങ്കിലും അവരുടെ വൈറ്റമിൻ ഡി അവർ ഇൻടേക്ക് എടുക്കണം. അതുപോലെ തന്നെ കാൽഷ്യം ഒരു 400 to 600 എങ്കിലും അവർ ഡെയിലി ഇൻടേക്കിൽ ഉൾപ്പെടുത്തേണ്ടത് അത്യാവശ്യമാണ്. പിന്നെ ഫിസിക്കൽ ആക്ടിവിറ്റി, ഇപ്പോൾ നമുക്കറിയാം എല്ലാ സ്ത്രീകളും അതുപോലെ കുട്ടികളും മൊബൈൽ ഫോൺ തന്നെയാണ് എപ്പോഴും യൂസ് ചെയ്യുന്നത്. ഫിസിക്കൽ ആക്ടിവിറ്റീസ് കുറവാണ്, വീട്ടിൽ തന്നെയുള്ള ജോലികളൊക്കെ വളരെ പരിമിതമാണ്, നടക്കണ്ട. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷൻസിൽ ബോണിലോട്ടുള്ള കാൽഷ്യം അബ്സോർപ്ഷൻ കുറയുകയാണ് ചെയ്യുന്നത്. ഫിസിക്കൽ ആക്ടിവിറ്റി കൂടുമ്പോൾ ബോണിലേക്കുള്ള കാൽഷ്യം അബ്സോർപ്ഷൻ, റീമോഡലിംഗ് എന്നിവ നടക്കുകയും ബോണിൻ്റെ സ്ട്രെങ്ത് കൂടുകയും ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു ഫാക്ടർ എന്ന് പറയുന്നത് ഹോർമോൺ സപ്പോർട്ടാണ്. ഇപ്പോൾ നമുക്ക് ഇൻസഫിഷ്യൻ്റ് ആയിട്ടുള്ള ഹോർമോൺ മെഷർമെൻ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഹോർമോൺ തെറാപ്പി സ്റ്റാർട്ട് ചെയ്യാം. അതൊരു ഫിസിഷ്യനെയോ അല്ലെങ്കിൽ ഒരു ഹെൽത്ത് കെയർ പ്രൊഫഷണലിനെ കണ്ടിട്ട് ഹോർമോൺ തെറാപ്പി സ്റ്റാർട്ട് ചെയ്യുകയോ വൈറ്റമിൻ സപ്ലിമെൻറ്റ്സ് അല്ലെങ്കിൽ കാൽഷ്യം സപ്ലിമെൻറ്റ്സ് ഫുഡിൽ ഇൻക്ലൂഡ് ചെയ്യുകയോ ചെയ്യേണ്ടതാണ്. പിന്നെ വേറൊരു ഫാക്ടർ എന്ന് പറയുന്നത് നമുക്കുള്ള ജനറ്റിക് ഡിസോർഡേഴ്സ്. ഓൾറെഡി നമുക്കുണ്ടാകുന്ന ജനറ്റിക് ഡിസോർഡേഴ്സ് അല്ലെങ്കിൽ മെറ്റബോളിക് ഡിസോർഡേഴ്സ് ഇതെല്ലാം നമ്മുടെ ബോണിനെ അഫക്റ്റ് ചെയ്യുകയും ഇത് യഥാസമയം കണ്ടെത്തി ഇതിനുള്ള ചികിത്സ നേടുകയും ചെയ്തു കഴിഞ്ഞാൽ ഒരു പരിധിവരെ നമുക്കിത് പ്രിവെൻറ്റ് ചെയ്യാൻ സാധിക്കും. മാം, ഈ കുട്ടികൾക്കും ബോൺ ഹെൽത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഈ കുട്ടികളുടെ ബോൺ ഹെൽത്തിനെ എങ്ങനെയാണ് അഫക്റ്റ് ചെയ്യുന്നത്?
നമുക്ക് ചെറുതിലെ അല്ലെങ്കിൽ കുഞ്ഞിലെ നമുക്ക് അച്ചീവ് ചെയ്യുന്ന ഒരു ബോൺ ഹെൽത്താണ് നമ്മുടെ ലൈഫ് ലോങ്ങിലായിട്ട് നമുക്കത് എപ്പോഴും ഉണ്ടായിരിക്കുക. അപ്പോൾ കുട്ടികൾക്ക് അല്ലെങ്കിൽ അഡോളസെന്റ് പീരീഡിൽ നമ്മൾ എത്രത്തോളം ബോൺ മാസ് അറ്റൈൻ ചെയ്യുന്നു എന്നനുസരിച്ചിട്ടായിരിക്കും നമ്മുടെ ലൈഫ് ലോങ് ബോൺ ഹെൽത്ത് ഉണ്ടായിരിക്കുന്നത്. ഏകദേശം 20 വയസ്സ് വരെ, 18 മുതൽ 20 വയസ്സ് വരെ ആയിരിക്കും ഒരു വ്യക്തിയിൽ ബോൺ മാസിന്റെ ഡെവലപ്മെന്റ്സ് ഉണ്ടാകുന്നതും ബോൺ ഡെൻസിറ്റി ഉണ്ടാകുകയും ചെയ്യുന്ന ഒരു കാലഘട്ടം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ടൈമിൽ ഇവർ എത്രത്തോളം നന്നായിട്ട് വൈറ്റമിൻസും അതുപോലെ കാൽഷ്യം അടങ്ങിയിട്ടുള്ള ഫുഡ് കഴിക്കുക, ആക്ടിവിറ്റീസ് നന്നായിട്ട് ചെയ്യുക, ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിയുമ്പോൾ അവരുടെ ബോൺ ഹെൽത്ത് ഇമ്പ്രൂവ് ആകും. അത് ലൈഫ് ലോങ് ആയിട്ട് തന്നെ ബോൺ നല്ല സ്ട്രെങ്ത് ആയിട്ടും അതുപോലെ ബ്രേക്കിംഗ് ഒന്നും ഇല്ലാതിരിക്കാനും ഹെൽപ്പ് ചെയ്യാറുണ്ട്. എന്താണ് മാം ഈ പീക്ക് ബോൺ മാസ് എന്ന് പറയുന്നത്? ഓക്കെ, പീക്ക് ബോൺ മാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യക്തി അവരുടെ ലൈഫിലേക്കും വെച്ച് അറ്റൈൻ ചെയ്യുന്ന ഒരു വോളിയം ഓഫ് ടിഷ്യൂസ് ആണ്. അതായത് അവരുടെ ബോണിലുള്ള മിനറൽസ്, വൈറ്റമിൻസ് എന്നിവയുടെ ഒരു മെഷർമെന്റിനെയാണ് പീക്ക് ബോൺ മാസ് എന്ന് പറയുന്നത്. ഈ പീക്ക് ബോൺ മാസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും ഒരു വ്യക്തിയുടെ ഹെൽത്ത്, അതായത് ബോൺ ഹെൽത്ത് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ഈ ബോൺ മിനറൽ ഡെൻസിറ്റി എന്ന് പറയുന്നത് എന്താണ്? ബോൺ മിനറൽ ഡെൻസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബോണിൽ പല മിനറൽസ്, അതായത് കാൽഷ്യം, ഫോസ്ഫറസ്, അതുപോലെ വൈറ്റമിൻ ഡി, ഇത്രയും വേണം നമ്മുടെ ബോണിന് ഒരു ഹെൽത്ത് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ വൈറ്റമിൻസ് ബോണിലുണ്ടെങ്കിൽ മാത്രം, അല്ലെങ്കിൽ ഇത് മെഷർ ചെയ്യുന്നത് നമുക്കൊരു വോളിയം ഓഫ് ബോൺ എടുത്തിട്ട് അതിൽ എത്രത്തോളമാണ് ഈ മിനറൽസ് ആൻഡ് വൈറ്റമിൻസ് ഉണ്ടായിരിക്കുക എന്നതിനനുസരിച്ചിട്ടാണ് ബോൺ മിനറൽ ഡെൻസിറ്റി എന്ന് പറയുന്നത്. ഇത് നമുക്ക് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് 2-3 സ്കാനിങ് മെത്തേഡ്സ് ഉണ്ട്. ബോൺ മിനറൽ സ്കാനിങ് മെത്തേഡ്, അതുപോലെ തന്നെ ഡെക്സ സ്കാൻ മെത്തേഡ്സ് എന്ന് പറയും. അപ്പോൾ ഇതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഇപ്പോൾ -1നും +1നും ഇടയിലാണെങ്കിൽ അതൊരു നോർമൽ റേഞ്ചിലായിരിക്കും ഉണ്ടാവുക. ഇനി -1നും 2.5നും ഇടയിലാണ് വരുന്നതെങ്കിൽ അതൊരു ലോ ലെവലായിരിക്കും, അതായത് ഓസ്റ്റിയോപീനിക് എന്ന് പറയും ആ ഒരു കണ്ടീഷന്. ഇനി ബിലോ -2.5 ആണ് വരുന്നതെന്നുണ്ടെങ്കിൽ അത് ഓസ്റ്റിയോപൊറോട്ടിക് ആവും. നേരത്തെ പറഞ്ഞതുപോലെ വേഗം തന്നെ എല്ലുകൾ പൊട്ടിപ്പോകുന്നു, ചെറിയൊരു വീഴ്ച ഉണ്ടായാൽ പോലും ബോൺ ബ്രേക്ക് ആവുന്നു. അപ്പോൾ കൈക്കുഴ, നമ്മുടെ നട്ടെല്ല്, അതുപോലെ ലോങ് ബോൺസ്, ഇതിനൊക്കെ ആയിരിക്കും ഇത് കൂടുതലും അഫക്റ്റ് ചെയ്യുന്നത്. ഈ കുട്ടികളിൽ ബോൺ ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? ഇപ്പോൾ കുഞ്ഞുങ്ങൾ, എല്ലാ കുട്ടികളെയും നമുക്ക് ഫിസിക്കൽ ആക്ടിവിറ്റീസിലോട്ട് അവരെ ഇൻവോൾവ് ചെയ്യിക്കണം. ഔട്ട്ഡോർ ഗെയിംസ് ആയാലും അതുപോലെ തന്നെ നമുക്ക് ഇപ്പോൾ എല്ലാവരും വീടിനകത്ത് തന്നെ ഒതുങ്ങി മൊബൈൽ ഫോൺ കണ്ടിട്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. കുഞ്ഞുങ്ങളായാൽ പോലും നമ്മൾ വാശി പിടിക്കാതിരിക്കാൻ അവർക്ക് മൊബൈൽ ഫോണാണ് കൊടുത്തു വെക്കുന്നത്. അപ്പോൾ അത് മാറ്റി അവരെ ഫിസിക്കൽ ആക്ടിവിറ്റിയിലോട്ട് കൊണ്ടുപോവുക. വെയിറ്റ് ബിയറിംഗ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ്, ജോഗിങ്, റണ്ണിങ്, അതുപോലെ വെയിറ്റ് ബിയറിംഗ് ആയിട്ടുള്ള എല്ലാ ആക്ടിവിറ്റീസും കുഞ്ഞുങ്ങളെ കൊണ്ട് ചെയ്യിക്കുക. അപ്പോൾ ഈ ആക്ടിവിറ്റീസ് നടക്കുമ്പോൾ നമ്മുടെ ബോണിൽ കാൽഷ്യം റീ അബ്സോർഷനും റീമോഡലിങ്ങും സംഭവിക്കുന്നുണ്ട്. ഈ റീമോഡലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബോണിന് ഒരു ടെൻഡൻസി അല്ലെങ്കിൽ ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്. എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴയ ടിഷ്യൂസ് മാറ്റി അത് റീജനറേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഈ റീജനറേഷൻ നടക്കാതെ വരുമ്പോഴാണ് ഭാവിയിൽ ഇവർക്ക് ഓസ്റ്റിയോപൊറോസിസ് എന്ന് പറയുന്ന കണ്ടീഷൻ ഉണ്ടാകുന്നത്. ഇനി അത് കഴിഞ്ഞ് നമ്മുടെ ഫുഡ് അറിയാമല്ലോ, എല്ലാവരും ജങ്ക് ഫുഡ്സ് ആണ് കഴിക്കുന്നത്. എല്ലാം വീട്ടിലുണ്ടാക്കുന്ന ഫുഡൊന്നും ആർക്കും താല്പര്യമില്ല. പക്ഷെ വീട്ടിൽ നമ്മുടെ വൈറ്റമിൻസ് അടങ്ങിയ ഫുഡ്, അതായത് പയറുവർഗ്ഗങ്ങൾ കഴിക്കുക, പ്രോട്ടീൻ അടങ്ങിയ ഫുഡ്, പയറുവർഗ്ഗങ്ങൾ, അതുപോലെ ഇലക്കറികൾ കഴിക്കുക. അതിൽ ചീര അധികം കഴിക്കണം എന്ന് പറയുന്നില്ല, കാരണം അതിൽ കാൽഷ്യം ഓക്സലേറ്റ് കുറച്ച് കൂടുതലാണ്. അങ്ങനെ വരുമ്പോൾ അത് സ്റ്റോണിൻ്റെ ചാൻസ് കൂട്ടുന്നുണ്ട്. അല്ലാതെ തന്നെ മുരിങ്ങയില, അതുപോലെ ക്യാബേജ്, ബ്രൊക്കോളി, ഇങ്ങനെയുള്ള ലീഫി വെജിറ്റബിൾസ് നന്നായിട്ട് കഴിക്കുക. പിന്നെ അതുപോലെ തന്നെ ഡയറി പ്രോഡക്ട്സ്, അതായത് പാൽ ഉൽപ്പന്നങ്ങൾ, പാല് കുടിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ, ഡയറ്റിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ അവരുടെ ബോൺ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കും. കാൽഷ്യം അബ്സോർപ്ഷൻ കൂട്ടാൻ സഹായിക്കും. പിന്നെ ഈ പറയുന്ന പോലെ നമ്മൾ നേരത്തെ പറഞ്ഞു ഔട്ട്ഡോർ ഗെയിംസ് കൊടുക്കുക എന്നുള്ളത്. ഔട്ട്ഡോർ ഗെയിംസ് നമ്മൾ കൊടുക്കുമ്പോൾ കിട്ടുന്ന ഒരു എന്താണ് പ്ലസ് പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ സൺലൈറ്റിന് എക്സ്പോസ് ആവുകയാണ് ചെയ്യുന്നത്. ഈ സൺലൈറ്റ് നമുക്ക് വൈറ്റമിൻ ഡി പ്രൊവൈഡ് ചെയ്യുകയും നാച്ചുറലി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ സൺലൈറ്റ്, വൈറ്റമിൻ ഡി നമുക്ക് കിട്ടിക്കഴിയുമ്പോൾ അത് കാൽഷ്യം അബ്സോർപ്ഷനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി സഹായിക്കും. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് എന്തെങ്കിലും ഹോർമോണൽ പ്രോബ്ലംസ് ഉണ്ടോ എന്ന് കണ്ടുപിടിക്കുക. ഒരു അഡോളസെൻ്റ് അല്ലെങ്കിൽ ഒരു പ്യൂബർട്ടൽ ഏജ് വരുന്ന ഒരു കുട്ടിക്ക് അവരുടെ ഹോർമോൺ ചേഞ്ചസ് ഒത്തിരി ഉണ്ടാകുന്ന ഒരു ടൈമാണ്. അപ്പോൾ ഗ്രോത്ത് ഹോർമോൺസ് ആയാലും സെക്ഷൽ ഹോർമോൺസ് ആയാലും അവരുടെ ബോഡിയിൽ കൂടുതലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ടൈമാണ് പ്യൂബർട്ടി ടൈം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഏജിൽ എന്തെങ്കിലും ഹോർമോണൽ ഇഷ്യൂസ് ഉണ്ടോ എന്നുള്ളതൊക്കെ നമ്മൾ നേരത്തെ തന്നെ സ്ക്രീൻ ചെയ്ത് കണ്ടുപിടിക്കേണ്ടതാണ്. പിന്നെ അതുപോലെ തന്നെ ബോണിന് വരുന്ന മെറ്റബോളിക് ഡിസീസ് ആയിട്ടുള്ള റിക്കറ്റ്സ്, പിന്നെ ഓസ്റ്റിയോജെനസിസ്
ഓസ്റ്റിയോജെനസിസ് ഇംപെർഫെക്റ്റ് എന്നൊക്കെ പറയുന്ന കണ്ടീഷൻസ് വരാറുണ്ട്. അതെല്ലാം നമ്മൾ നേരത്തെ തന്നെ ഒരു ഹെൽത്ത് കെയർ പ്രൊഫഷണലിനെ കണ്ടിട്ട് നേരത്തെ അത് സ്ക്രീൻ ചെയ്ത് അതിനാവശ്യമായ ട്രീറ്റ്മെൻറ്റ്സ് അല്ലെങ്കിൽ പ്രിക്കോഷൻസ് എടുത്താൽ അവരുടെ ബോൺ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. കാൽഷ്യം വൈറ്റമിൻ ഉൾപ്പെടുത്തണം എന്ന് നമ്മൾ പറഞ്ഞല്ലോ. അപ്പോൾ ഏതൊക്കെയാണ് ഫുഡ് കഴിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ വെജിറ്റേറിയൻസിന് സോയ യൂസ് ചെയ്യാം. അവർ മീറ്റ് പ്രോഡക്ട്സ് ഒന്നും കഴിക്കത്തില്ല, ഫിഷ് ഒന്നും കഴിക്കില്ല. അപ്പോൾ അങ്ങനെ വെജിറ്റേറിയൻസിന് നമുക്ക് സോയ ചങ്ക്സ്, സോയ മിൽക്ക്, അങ്ങനെ സോയ ബീൻ ആ വരുന്ന എല്ലാ പ്രോഡക്ട്സും യൂസ് ചെയ്യാം. കേർഡ്, അതുപോലെ യോഗേർട്ട്, അങ്ങനെയുള്ള കാര്യങ്ങൾ യൂസ് ചെയ്യുക. ഇലക്കറികൾ നന്നായിട്ട് കഴിക്കുക. പിന്നെ ഇനി നോൺ വെജിറ്റേറിയൻസിനാണെന്നുണ്ടെങ്കിൽ അവരുടെ ഫുഡിൽ ഫിഷ് ആഡ് ചെയ്യുക. അതായത് മുള്ളോടുകൂടി നമ്മൾ കഴിക്കുന്ന ഫിഷ് ഉണ്ടല്ലോ, ചാള, പിന്നെ നൊത്തോലി, അങ്ങനെയുള്ള ഫിഷ് ഐറ്റംസ് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. ഇനി വൈറ്റമിൻ ഡി അതൊരു ഫാറ്റ് സോലുബിൾ വൈറ്റമിൻ ആണ്. അപ്പോൾ നമുക്ക് അയല പോലെയുള്ള ഫിഷ്, അയല, അതുപോലെ നെയ് മത്തി അങ്ങനെയൊക്കെ പറയുന്ന മീൻ, ഇതെല്ലാം നമ്മൾ ഫുഡിൽ ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ വൈറ്റമിൻ ഡിയുടെ അബ്സോർപ്ഷനും നടക്കുന്നതായിരിക്കും. ഓക്കെ, ഇനി ഒരു നോർമൽ ഒരു ഹെൽത്തി അഡൾട്ടിന് നമുക്ക് വേണ്ട വൈറ്റമിൻ ഡിയുടെ അളവെന്ന് പറയുന്നത് ഒരു ദിവസം 400 മുതൽ 600 ഇന്റർനാഷണൽ യൂണിറ്റ് വരെയാണ് ഒരു ദിവസം അവരുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തേണ്ടത്. ഇനി ഒരു ഒരു 50 ഇയേഴ്സ് ആയിട്ടുള്ള ഒരു വിമൺ ആണെങ്കിൽ അതൊരു 600 വരെ അവരുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തണം. ഇന്ന് ബോൺ ഹെൽത്തിനെ പറ്റി സംസാരിച്ചത് ഫിസിയോതെറാപ്പിസ്റ്റ് ആര്യ മാം ആണ്. ഇന്ന് നമ്മുടെ എല്ലാ സംശയങ്ങൾക്കും മറുപടി പറഞ്ഞ മാമിന് നന്ദി. താങ്ക് യു.